നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ റിപ്പോർട്ട് തേടി എഡിജിപി പാലക്കാട് എസ്പിയോടാണ് റിപ്പോർട്ട് തേടിയത്. കൊലപാതകത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായിട്ടെന്ന വിമർശനത്തിന് ഇടെയാണ് റിപ്പോർട്ട് തേടിയത്. വിവരങ്ങളുമായി ഇപ്പോൾ വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് കൃത്യമായും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇതിലെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. കാരണം കൃത്യമായി ഈ മകളും ഈ മരിച്ച സുധാകരനും പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്, അല്ലെ? തീർച്ചയായും ഹരിത, നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ ADGP ആണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പാലക്കാട് എസ്പിയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പ്രധാനമായും ഈ പോലീസും ഈ മരണത്തിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ പോലീസും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ADGP മനോജ് എബ്രഹാം പാലക്കാട് എസ്പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ മരണം സംഭവിച്ചത് മുതൽ തന്നെ ഇരട്ട കൊലപാതകം കഴിഞ്ഞ ദിവസം നടന്നത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു പോലീസിനു നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. പല തവണയായി പരാതിപ്പെട്ടു. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നടക്കം കുടുംബം ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കൂടാതെ തന്നെ 2019 ഈ ചെന്താമരൻ എന്നയാൾ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം 5 ദിവസത്തിന് ശേഷമായിരുന്നു പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കോടതി അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകളടക്കം തന്നെ ചെന്താമരന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നടക്കമുള്ള ജാമ്യ വ്യവസ്ഥകൾ വെച്ചിരുന്നു. അതിനുശേഷം 2023 കോടതി ഇതിൽ ഇളവ് നൽകി. കോടതി പ്രധാനമായും ഈ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നൊരു ജാമ്യ വ്യവസ്ഥ വെക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു ജാമ്യ വ്യവസ്ഥ വെച്ചതിന് ശേഷവും ചെന്താമരൻ ഈ പഞ്ചായത്തിലുള്ള ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരടക്കം തന്നെ പരാതിപ്പെട്ടിരുന്നു. എന്നിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിലും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നടക്കം കുടുംബം ആരോപിക്കുന്ന ഒരു കാഴ്ചയടക്കം കണ്ടതാണ്. നാട്ടുകാരടക്കം തന്നെ ഈ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. പ്രധാനമായും ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ ഒരു നടപടി എന്നോണമാണ് ഇപ്പോൾ അല്ലെങ്കിൽ നടപടി എടുക്കാത്തതിലാണ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ ജാമ്യ വ്യവസ്ഥകൾ ഓരോന്ന് വെച്ചപ്പോൾ ആദ്യം പോലീസിന്റെ അല്ലെങ്കിൽ പോലീസ് പരിധിയിൽ പ്രവേശിക്കരുത് എന്നൊരു ജാമ്യ വ്യവസ്ഥ വെക്കുന്നു. അതിനുശേഷം പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നൊരു ജാമ്യ വ്യവസ്ഥ വെക്കുന്നു. എന്നിട്ട് പോലും അതെല്ലാം ലംഘിച്ചുകൊണ്ട് ചെന്താമരൻ ഈ പഞ്ചായത്തിൽ തന്നെ താമസിക്കുകയായിരുന്നു. അതിനെതിരെ തന്നെ നടപടി അല്ലെങ്കിൽ പല തവണയായി പരാതി നൽകിയിരുന്നു. എന്നിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നടക്കം കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ചെന്താമരൻ അല്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയുണ്ട്, വധഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം 29 ഈ കുടുംബം നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചെന്താമരനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. തുടർന്ന് ഇനി ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചെന്താമരനെ വെറുതെ വിടുകയായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ അന്നേ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും ഇത്തരത്തിലൊരു മരണം ഉണ്ടാകില്ല എന്നടക്കം തന്നെ സുധാകരന്റെ മക്കൾ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സുധാകരന്റെ മക്കളടക്കം തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷമായ ഭാഷയിലായിരുന്നു പോലീസിനെ അടക്കം തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം അടക്കം കാണിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു വീഴ്ച തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് അടക്കം തന്നെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പാലക്കാട് എസ്പിയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന ഗുരുതര വീഴ്ചകളടക്കം തന്നെ പരിശോധിച്ചുകൊണ്ട് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹരിത, പിന്നെ അതേസമയം തന്നെ ഇപ്പോഴും ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം മുൻപേ 5 ദിവസം എടുത്താണ് ഈ പ്രതിയെ കണ്ടുപിടിക്കാനായത്. ഇനിയും തിരച്ചിലിൽ പ്രതിയെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ടോ? തീർച്ചയായും ഈ കൊലപാതകം നടന്നതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ പോലീസും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസായി ഈ ഇരട്ട കൊലപാതകം മാറുകയാണ് എന്നടക്കം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ തുടക്കം മുതൽ തന്നെ ചെന്താമരന്റെ കാര്യത്തിൽ പോലീസ് ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലൊരു ഇരട്ട കൊലപാതകം നെന്മാറയിൽ നടക്കില്ലായിരുന്നു എന്നാണ് ഈ നാട്ടുകാരാണെങ്കിലും കുടുംബമാണെങ്കിലും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഇരട്ട കൊലപാതകം നടന്നതിന് ശേഷം തന്നെ
ഈ സുധാകരന്റെ മക്കൾ 2 പെൺമക്കളടക്കം തന്നെ പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പലതവണ ഇത്തരത്തിൽ പരാതിപ്പെട്ടു, പോലീസിനോട് നേരിട്ട് പോയി പരാതിപ്പെട്ടു. എന്നിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ തങ്ങൾ അന്ന് പറഞ്ഞത് പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെവി കൊടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. തങ്ങൾക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇനി ആരാണ് തങ്ങൾക്ക് ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ മക്കൾ ചോദിച്ചിരുന്നു. ഈ പോലീസിനോട് തന്നെയായിരുന്നു പ്രധാനമായും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അന്ന് തങ്ങൾ പറഞ്ഞത് പോലീസ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു എന്നടക്കം ഈ മക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പോലീസിനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പോലീസ് ഒരു പ്രതിസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ ഈ 2019 കൊലപാതകം നടന്നതിന് ശേഷം 5 ദിവസത്തിന് ശേഷമായിരുന്നു പോലീസിന് ചെന്താമരനെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വീണ്ടും ഈ ജാമ്യത്തിലിറങ്ങിയ ചെന്താമരൻ വീണ്ടും ഒരു കൊലപാതകം നടത്തുന്നു. ഈ ആദ്യം വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പോലീസിന് പരാതിപ്പെടുന്നു. നെന്മാറ പോലീസിനടക്കം തന്നെ പരാതിപ്പെടുന്നു. നേരിട്ട് പോയി ഈ മക്കളടക്കം തന്നെ പരാതിപ്പെടുന്നു. തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി ചെന്താമരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നടക്കം. എന്നാൽ ആ പരാതി അടക്കം ഈ ഒരുപക്ഷെ പോലീസ് നേരത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അതിൽ നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചാണെങ്കിലും ഇത് നല്ല രീതിയിൽ അന്വേഷിക്കേണ്ട ഇപ്പോൾ ഉത്തരവാദിത്തം വന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥരടക്കം തന്നെ ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ പ്രതിയെ കണ്ടെത്തേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് സേനയെ അടക്കം തന്നെ വിന്യസിപ്പിച്ചുകൊണ്ട് ചെന്താമരനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കുന്നത്. സ്കൂബ ഡ്രൈവേഴ്സ് അടക്കം തന്നെ ഉള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിയെ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ADGP അടക്കം തന്നെ റിപ്പോർട്ട് ചോദിച്ച ഒരു സാഹചര്യത്തിൽ ഇനി പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ചെന്താമരയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി ഈ SP അടക്കം ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ADGPക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. കാരണം ഈ നേരത്തെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടും നടപടി എടുക്കാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വലിയ ഒരു വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ ADGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതകൾ കൂടുതലാണ്. ഹരിത, ശരി, വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.